Sir, good morning and welcome to the show. Good morning, Vishnu. Good morning, US. സാർ, നമ്മൾ ഇന്നലത്തെ ഒരു US മാർക്കറ്റിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിവൊന്നും നമുക്ക് ഈ ഒരു അമേരിക്കൻ സൂചിയിൽ ഉണ്ടായിരുന്നില്ല. പോസിറ്റീവായിട്ടൊരു ക്ലോസിംഗ് എടുക്കാൻ ഇന്നലെ അമേരിക്കൻ സൂചിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഡൗ ജോൺസ് നോക്കുമ്പോൾ ഇന്നലെ 0.3% ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തത്. അപ്പോൾ S&P 500ഉം നാസ്ഡാക്കും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കാരണം അമേരിക്കൻ വിപണിയെ ഒരു വിധത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല എന്ന്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും രണ്ട് ഇൻഡെക്സസിലും കഴിഞ്ഞ ആഴ്ച തന്നെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് സെഷൻസിൽ 42,400 പോയിന്റ് മുകളിലാണ് നമുക്ക് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. സോ ഒരു വീക്ക്നെസ്സും എനിക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴും കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 20,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം തന്നെ ലോങ് ടേം ട്രെൻഡ് നാസ്ഡാക്കിലും ബുള്ളിഷായി മാറിയിരുന്നു. സോ നമ്മൾ അമേരിക്കൻ വിപണി സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പല സ്റ്റോക്സിലും വീണ്ടും ഒരു നേരിയ കറക്ഷന് ശേഷം നല്ല ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് ടെസ്ല, മെറ്റ, ഗൂഗിൾ, NVDA, സിറ്റി ബാങ്ക്, JP മോർഗൻ. ഈ സ്റ്റോക്സിലൊക്കെ നല്ല ലോ റിസ്കിലെ ബുള്ളിഷ് അസറ്റ് പെർഫോം ആയി വരുന്നുണ്ട്. സോ എന്റെ ഒരു എക്സ്പെക്ടേഷൻ സെഷൻസിൽ വീണ്ടും നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിലും ഡൗ ജോൺസ് ഇൻഡെക്സിലും കുറെ കൂടെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ക്രൂഡിൽ, അതായത് WT ക്രൂഡിലും ബ്രെൻഡിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമുക്ക് മെയ് മാസത്തിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ആയിരിക്കുന്നത് ഇപ്പൊ $55 ലെവലില്. അതിനുശേഷം നമുക്ക് നല്ലൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. ഷോർട്ട് കവറിംഗിന് ശേഷം ഏകദേശം ഒരു $60-61 ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. സോ നമ്മളൊരു വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇത് WTI ക്രൂഡിന്റെ കേസിൽ $63 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 64, അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 65 കാണുന്നത്. സോ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $59 നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് 0.6% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്ന് ഗോൾഡിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴും ഏകദേശം 3.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗോൾഡ് ഒരു ക്ലോസിംഗ് എടുത്തത്. ഏതായാലും ഗോൾഡിൽ ഇനി മുന്നോട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സൂചിപ്പിക്കുന്നു, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പുതിയതായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ $3,118 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ സ്വർണത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നിഫ്റ്റി 0.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. നമ്മൾ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ആ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഫ്ലാറ്റ് നോട്ടിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിൽ 25,000 എന്നൊരു നിലയിൽ താഴെ 24,945 എന്നൊരു നിലയിലാണ് ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. നിഫ്റ്റി 50യിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് ടു ഇനീഷ്യേറ്റ് എ ന്യൂ ലോങ് പൊസിഷൻ. സോ നിഫ്റ്റി 50യിൽ ഇന്നും കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,500 മുതൽ 24,600 വരെ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ടിനെ താഴോട്ട് നിഫ്റ്റി 50 കറക്റ്റ് ചെയ്യുമെന്ന്. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 25,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യും.
ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് 55,420 എന്നൊരു നിലയിലായിരുന്നു. 0.12% ഒരു ഫ്ലാറ്റ് നേട്ടമാണ് രേഖപ്പെടുത്തിയത്. അതിൽ മാർക്കറ്റ് തുടക്ക നിമിഷത്തിൽ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഒരു 0.5% മുകളിലേക്കൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തുമെന്ന് തോന്നിച്ചെങ്കിൽ പോലും ആ ഒരു 12:30 ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു 55,420 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. 53,500 പോയിന്റിൽ എനിക്ക് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ നമുക്ക് 2 ആഴ്ച മുൻപ് നൽകിയിരുന്നത് 56,098 പോയിന്റിലായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തെ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ള റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ DLFനെ പറ്റിയാണ്. നിലവിൽ ഇന്നലെ 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തത്. 737 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം കഴിഞ്ഞ ഒരു ഏപ്രിൽ 2024 രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ ഏകദേശം ഒരു 25% ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ലാഭത്തിൽ 39% ഒരു വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതും, കൂടാതെ ഓഹരിക്ക് 6 രൂപയുടെ ഒരു ഡിവിഡൻഡ് കൂടി കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസുമുണ്ട്. DLFൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? DLFന്റെ കേസിൽ മറ്റ് റിയാലിറ്റി സ്റ്റോക്സിനെ പോലെ തന്നെ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 770 രൂപയിലാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് കറക്ഷൻ നടക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാം. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഇപ്പോൾ ഫോക്കസിലുള്ളത് വാരി എനർജീസ് ആണ്. ഇന്നലെ നോക്കുമ്പോൾ 0.9% ഒരു നേട്ടം രേഖപ്പെടുത്തി 2,948 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ഇപ്പോൾ ഇന്നലെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണാൻ സാധിക്കും. നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 മാസങ്ങളിൽ ഒരു പോസിറ്റീവായ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. ഈ ഒരു മാസവും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, കമ്പനിയുടെ ബോർഡ് ഏകദേശം 293 കോടി രൂപയ്ക്ക് കാമത്ത് ട്രാൻസ്ഫോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തു എന്നുള്ളൊരു ന്യൂസുമുണ്ട്. വാരി എനർജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വാരി എനർജി ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ബട്ട് ഏപ്രിൽ മാസത്തിൽ ഏകദേശം ഒരു 1,850 രൂപയ്ക്ക് അടുത്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വാരി എനർജിയിൽ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3,120, അതിനുശേഷം 3,450 രൂപയിലും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. ഇനി അറിയേണ്ടത് റെഡിങ്ടനെ കുറിച്ചാണ്. റെഡിങ്ടന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ എല്ലാ മാസങ്ങളിലും പോസിറ്റീവ് ആയൊരു നേട്ടം ക്ലോസ് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിപ്പോൾ പാദഫലം ലഭ്യമായിട്ടുണ്ട്. ഏതായാലും റെഡിങ്ടന്റെ പാദഫലം നോക്കുമ്പോൾ 323 കോടി രൂപയുടെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ 917 കോടി രൂപയായിട്ടാണ് ഇത്തവണ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചത്. അതായത് ഏകദേശം 183% ഒരു വർധനവ് അറ്റാദായത്തിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. റെഡിങ്ടണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെഡിങ്ടന്റെ കേസിൽ ഓൾ ടൈം ഇന്നലത്തെ ട്രേഡിംഗിൽ ഇതൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നൽകിയത്. സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു സ്റ്റോക്കിനെ പറ്റി അറിയേണ്ടത് UPL ആണ്. UPL നോക്കുമ്പോൾ ഇന്നലെ 0.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 645 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. സ്റ്റോക്കിന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ജാനുവരി തൊട്ട് ഈ കഴിഞ്ഞ ഒരു മാർച്ച് മാസം ഏപ്രിൽ വരെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എല്ലാ മാസവും രേഖപ്പെടുത്തിയിരുന്നത്. UPL താങ്കളുടെ ഒരു വ്യൂ എന്താണ്? UPLന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസുമായിട്ട് കാണുന്നത്. സോ ഈ സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 625 രൂപയില. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കണം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ സാർ, നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഫോക്കസിലുള്ളത് ജൂപ്പിറ്റർ വാഗൻ ആണ്. നമ്മുടെ ജൂപ്പിറ്റർ വാഗന്റെ ഒരു ഫാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ 2% മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തി ആ 411 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഫാസ്റ്റ് ട്രേഡിംഗിൽ കഴിഞ്ഞ ഒരു മാസം ഏകദേശം 26% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ജൂപ്പിറ്റർ വാഗനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ജൂപ്പിറ്റർ വാഗൻ മാത്രമല്ല ടെക്സ് റെയിൽ, IRFC, റെയിൽടെൽ, RVNL, എയർകോൺ മുതലായ ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്താലും നമുക്ക് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ഏപ്രിൽ ഒരു മിഡിലിന് ശേഷം നമുക്ക് വീണ്ടും ഈ സ്റ്റോക്സിലൊക്കെ ഒരു നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പല റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന റെയിൽവേ സ്റ്റോക്സ് ഒക്കെ അതിന്റെ ലോങ് ടേം റെസിസ്റ്റൻസ് ലെവലിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ജൂപ്പിറ്റർ വാഗന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 460 രൂപയിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു ഇന്നലെ നമുക്ക് ജൂപ്പിറ്റർ വാഗൻസിലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഫിറ്റ് ടേക്കിംഗിലും നമ്മുടെ പൊസിഷൻസും വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 360 മുതൽ 385 രൂപ വരെ. എന്റെ എക്സ്പെക്ടേഷനിൽ ആ സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്യത്തില്ല. സോ ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കായിരിക്കണം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി അറിയേണ്ടത് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിനെ പറ്റിയാണ്. നിലവിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ 0.4% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത്. 467 ആണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗുജറാത്ത് ഗ്യാസിന്റെ കേസിൽ ആദ്യം തന്നെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. മേജർ റെസിസ്റ്റൻസ് 510 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ടു സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ, ഇനി ഒരു ഫോക്കസിലുള്ള സ്റ്റോക്ക് ഉഷ മാർട്ടിനാണ്. സ്റ്റോക്കിന്റെ പാസ്റ്റ് ട്രേഡിംഗിൽ ഒക്ടോബറിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സ്റ്റോക്കിൽ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ 7%-അധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉഷ മാർട്ടിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഉഷ മാർട്ടിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലൊരു ഈ ഒരു അപ്വേർഡ് ട്രെൻഡ് പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അടുത്ത അറിയേണ്ടത് NTPC പറ്റിയാണ്. നിലവിൽ 0.6% ഒരു നേട്ടത്തിൽ 345 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ പാസ്റ്റ് ട്രേഡിംഗിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഇപ്പോൾ NTPCക്ക് സാധിച്ചിട്ടുണ്ട്. NTPCയിൽ ഇനി താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ NTPCയുടെ കേസിൽ നമ്മൾ നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. NTPCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 362 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആൻഡ് കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 323 രൂപയിലായിരിക്കും സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഇനി അറിയേണ്ടത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ പറ്റിയാണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് സ്റ്റോക്ക് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തത്. 363 എന്നൊരു നിലയിലായിരുന്നു നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു 15% നേട്ടം ഈ ഒരു മാസം ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസം നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനും സാധിച്ചിരുന്നു. മാത്രമല്ല ഇന്നത്തെ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ന്യൂസായിട്ട് നമുക്കുള്ളത് പാദഫലം വന്നപ്പോൾ ഏകദേശം 18% ഒരു ഉയർച്ച കമ്പനിയുടെ ലാഭത്തിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. BELൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BELന്റെ കേസിൽ നമുക്ക് മറ്റ് ഡിഫൻസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം വലിയ ഒരു അപ്വേർഡ് സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഏപ്രിൽ 7-ാം തീയതിയിലത്തെ ലോ ലെവൽ നോക്കുമ്പോഴേക്കും നമുക്ക് 256
ഇന്നലത്തെ ഹയസ്റ്റ് ലെവല് നോക്കുമ്പോഴേക്കും 373 രൂപ 50 പൈസ കാണാൻ സാധിക്കുന്നു. ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നാച്ചുറലി നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത പൊസിഷൻ മാനേജ് ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിലെ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 335 345 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് എൻട്രി ആയിരിക്കും. സർ, ഇനി നമുക്ക് സിമെന്റ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് അറിയേണ്ടത്. അംബുജ സിമെന്റ്സിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് ഇന്നലെ 0.36% ഒരു നേട്ടം രേഖപ്പെടുത്തി 565 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് എടുത്തത്. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ 2024 അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അംബുജ സിമെന്റ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അംബുജ സിമെന്റ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു 510 580 ഈ ഒരു റേഞ്ചിലാണ് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. ഈ 580ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ ലെറ്റ് us wait for that resistance to be broken. ഇനി അദാനി പവറിനെ പറ്റിയാണ് അറിയേണ്ടത്. നോക്കുമ്പോൾ ഇന്നലെ 0.5% ഒരു നേട്ടം ഇടിവ് രേഖപ്പെടുത്തി 562 എന്നൊരു നിലയിലായിരുന്നു അദാനി പവറിന്റെ ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ജൂലൈയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അതിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു സ്റ്റോക്കിന്റെ അവസാനമായ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ മാസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം തുടർന്ന് 2 മാസങ്ങളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയോ? സാറിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? അഡാനി പവറിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 500 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്കൊരു പുതിയ എൻട്രി ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ 590ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. സർ, ഇനി അറിയേണ്ടത് VTLനെ പറ്റിയാണ്. വർദ്ധമാൻ ടെക്സ്റ്റൈൽ ലിമിറ്റഡ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു. 515 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിന്റെ പാസ്റ്റ് ട്രേഡിംഗിൽ കഴിഞ്ഞ ഒരു 4 വീക്കുകളായിട്ട് സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനൊക്കെ സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. VTLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വർദ്ധമാൻ ടെക്സ്റ്റൈൽസിന്റെ കേസിൽ ഒത്തിരി ആഴ്ചകളുടെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു 3-4 ട്രേഡിംഗ് സെഷൻസിന് മുൻപ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 560, അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 580 590 ഈ ഒരു റേഞ്ചിലായിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഇനി അറിയേണ്ടത് ഭാരതി എയർടെലിനെ പറ്റിയാണ്. നിലവിൽ 0.2% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 1818 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഈ ഒരു മാസം സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഏതായാലും ഭാരതി എയർടെലിനൊപ്പം തന്നെ വോഡാഫോണിൽ ഇന്നലെ നോക്കുമ്പോഴും വലിയ തോതിലുള്ള ഒരു 8% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഇന്നലെ ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള ആ വാർത്തയെ തുടർന്നൊക്കെ തന്നെ. സാർ, ഈ ഒരു ടെലികോം സെക്ടറിലെ ഈ 2 സ്റ്റോക്കുകളെ പറ്റി കൂടി ഒന്ന് പറയാമോ? ഭാരതി എയർടെലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ മാസം നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ലഭിച്ചതിന് ശേഷം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1790 നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ 1840ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിംഗിൽ കോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നത് ഏകദേശം ഒരു 0.5%ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. 402 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൾ ഇന്ത്യയിൽ നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കൺസോൾട്ടേഷൻ ഫോം ചെയ്യുന്നത്. എന്തായാലും കോൾ ഇന്ത്യയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് സാറ് പ്രതീക്ഷിക്കുന്നുണ്ട്? കോൾ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കോൾ ഇന്ത്യയിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 411. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കും. അതിനുശേഷമുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 418 420 ആയിരിക്കും.
ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കോൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. സാർ ഇനി ITC ഹോട്ടൽസിനെ പറ്റിയ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 202 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു നിലയിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ITC ഹോട്ടൽസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ITC ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് നല്ല നേട്ടം നൽകിയിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം പഹൽഗാം ആ ഒരു ആക്രമണത്തിനെ തുടർന്ന് എല്ലാ ഹോട്ടൽ സ്റ്റോക്സിലും നമുക്ക് വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ITC ഹോട്ടലിന്റെ കേസിൽ വലിയൊരു ഇടിവില്ലെങ്കിലും അതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 214 ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയ പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. സാർ ഇനി മറ്റൊരു സ്റ്റോക്ക് നമുക്ക് അറിയേണ്ടത് ഗ്രാസിമിനെ പറ്റിയാണ്. നിലവിൽ 2.75% ഒരു ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. 2727 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈക്കൊക്കെ അടുത്തായിട്ടുള്ള ഒരു ലെവലിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിയ ക്ലോസിംഗ് എടുക്കാനും ഗ്രാസിമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാസിമിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രാസിമിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാർ ഇനി അറിയേണ്ടത് SJVN പറ്റിയാണ്. SJVN ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗിൽ സാർ എനിക്ക് ആ സ്റ്റോക്കിന്റെ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ അതിന്റെ ലെവൽസുകളൊന്ന് പറയാമോ? SJVNന്റെ കേസിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റോക്കിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് 110 രൂപയിലാണ്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് ആ 110ന്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 100, 103 ആ ഒരു റേഞ്ചിലെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ബെറ്റ്. ബട്ട് ഈ സ്റ്റോക്കില് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കണമെങ്കിൽ 110ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും ഐഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം.